കുശിനിക്കാരാ ഒരു മൈൻഡില്ലാത്ത ഇവിടെ കുശിനിക്കാര തന്നോടാണ്. രാവിലെ എന്തെങ്കിലും ഇവിടെ ഭക്ഷിക്കാൻ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ വിശപ്പുണ്ടായിരുന്നു. പിന്നെ ഈ ഇടയായിട്ട് തൻ്റെ പാചകം അത്ര പോരാട്ട. എരിവുണ്ടെങ്കിൽ ഉപ്പുണ്ടാവില്ല, ഉപ്പുണ്ടെങ്കിൽ പുളി ഉണ്ടാവില്ല. മൊത്തത്തിലൊരു സുഖമല്ല. എല്ലാം ഓസല്ലേ. അത് താൻ അറിയേണ്ട കാര്യമില്ലല്ലോ, അത് ഞങ്ങളുടെ ബിസിനസ്. താൻ തൻ്റെ പണി ചെയ്താൽ മതി. അത് പാചകം ചെയ്യുമ്പോൾ അത് വൃത്തിയായിട്ട് ചെയ്യാൻ പഠിക്കണം. താൻ പാചകക്കാരനാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഞാൻ പല നല്ല പാചകക്കാരുടെ ആഹാരം കഴിച്ചിട്ടുണ്ട്, മോശം പാചകക്കാരുടെ ആഹാരം കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും അല്ലാത്തൊരവസ്ഥ. ഇത് എന്താ അവസ്ഥയായിട്ട് പറയാന്ന് അറിയാൻ. താൻ ശരിക്കും പാചകക്കാരനാണോ? എൻ്റെ മോളെ വീട് ഞാൻ എൻ്റെ ഇഷ്ടത്തിനുണ്ടാക്കും. താൻ എങ്ങുന്നോ വലിഞ്ഞു കയറി വന്നവൻ. അങ്ങനെയാണ് എന്നെ കുറിച്ച് കരുതി വെച്ചിരിക്കുന്നത്. ആ ഒരു രീതിയിലാണ് എന്നെ കരുതി വെച്ചിരിക്കുന്നത് അല്ലേ? അതാണ് തനിക്ക് പറ്റിയ തെറ്റ്. എൻ്റെ വില എന്താണെന്ന് തനിക്ക് അറിയണമെന്നുണ്ടെങ്കിൽ തൻ്റെ മകളുണ്ടല്ലോ ശോഭനയോടും ഹസ്ബൻഡിനോടും ചോദിച്ചോ. ഇടയ്ക്ക് സമയം കിട്ടുമ്പോഴത്തേക്ക് എന്നെക്കുറിച്ചൊന്ന് അന്വേഷിക്കാൻ ഉള്ള ഒരു മനസ്സ് കാണിക്കണം. എന്നാലേ താൻ ആ വില തരത്തുള്ളൂ. എനിക്ക് അറിയില്ല ഞാൻ ആരാണെന്ന്. അതെനിക്കറിയാം. താൻ തൻ്റെ പണി ആദ്യം വൃത്തിക്ക് ചെയ്യാൻ പഠിക്കണം. അത് ഇവിടെയാണെങ്കിൽ ശരി, ഇവിടെ നിന്ന് ഇപ്പം ഞങ്ങളെ ഇറക്കി വിട്ട് വേറെ എവിടെ പണിക്ക് പോവുകയാണെങ്കിലും ശരി, പാചകമാണെങ്കിൽ ആ പണി നീറ്റായിട്ട് ചെയ്യാൻ പഠിക്കണം. ഇത് കഴിക്കുന്ന ആഹാരമല്ലേ ഒന്ന് വൃത്തിക്ക് ഉണ്ടാക്കിക്കൂടെ? പറ്റുന്ന സ്ഥലത്ത് പോയി കഴിക്കണോ? ഞാൻ കഴിക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ വലിഞ്ഞു വന്ന് എൻ്റെ മോളെ വീട്ടിൽ നിന്ന് ഇങ്ങനെ മൃഷ്ടാനം കഴിക്കലല്ല, മനസ്സിലായില്ലേ? സ്വന്തം കാശ് കൊടുത്ത് കഴിക്കണം. ഇവിടെ ഞാൻ എൻ്റെ പണി ചെയ്യുന്നുണ്ട്. ഞാൻ ഇവിടെ ഒരു ജോലിക്ക് വന്നാ ഞാനത് ചെയ്യുന്നുണ്ട് വൃത്തിക്ക്. ഇത് ചെയ്യുന്നുണ്ട്, അത് ഞാൻ കാണുന്നുണ്ട്. താനേ ഒരു കാര്യം ചെയ്യും, താൻ ഇതൊക്കെ ഒഴിവാക്കി വേറെ വല്ല പണിക്ക് പോകുന്നതായിരിക്കും നന്നാവുക. എനിക്കറിയാം എനിക്ക് എന്ത് പണി ചെയ്യാന്നുള്ളത്. വില തരാത്തവരോടൊന്നും സംസാരിക്കാൻ എനിക്ക് വലിയ താല്പര്യമില്ല. കയറി വന്നിരിക്കുക, പെരുപോരാ മുളക് പോരാ എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തർ വന്നേക്കുക. വെറുതെ കഴിക്കുകയാണ് പോലും, വെറുതെ കഴിക്കുക. ഇയാൾക്കൊട്ടൊരു പണി കൊടുക്കണമല്ലോ. ഇങ്ങനെ കുറെ നാളായി തുടങ്ങിയിട്ടൊരു വില തരുന്നില്ല. ശരി സാറേ, ഓക്കെ. എടാ സുബ്, എന്തോ സാറേ, ഞാൻ പിന്നെ വിളിക്കാവേ, ഒരു മിനിറ്റ്. എന്താടാ സുബു? അതെ, ചില സത്യത്തിൻ്റെ മുഖങ്ങൾ വികൃതമായിരിക്കും. നിനക്ക് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ വല്ലതും മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ ഒരു മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് ഏറ്റവും കൂടുതൽ ഊർജ്ജം ലഭിക്കുന്ന ആഹാരത്തിലൂടെയാണ്, മനസ്സിലായോ? പക്ഷെ നമ്മളൊക്കെ ഇങ്ങനെ തളർന്നു കുത്തിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാവോ? ഇവിടുത്തെ പാചകം ശരിയല്ല. അത് ഞാൻ അവളുടെ അടുത്ത് കുറേ നാളുകൊണ്ട് പറയുന്നുണ്ട് അയാളെ മാറ്റാൻ. എനിക്കറിയാലോ അയാളുടെ ഉടായ്പ കാര്യങ്ങളൊക്കെ. നിനക്കും തോന്നിയല്ലോ? ഉറപ്പായിട്ടും. എടാ, ഇതിൻ്റെ അകത്ത് വേറൊരു കാര്യം കൂടി ഉണ്ട്. എടി, നിങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കുക എന്നുള്ളൊരു പണി പുള്ളി ഇവിടെ നടത്തുന്നുണ്ട്. നീ കേട്ടോ? കേട്ടോന്ന് ചോദിച്ചാൽ പുള്ളിയുടെ ഞാൻ ഒരു എഴുത്തുകാരനടാ, എനിക്കിതൊക്കെ മനസ്സിലാവൂലേ? പോരാത്തന്നെ പുള്ളി എനിക്ക് വില തരാത്ത പോട്ടെ, എനിക്കൊരു പട്ടിയുടെ വില വേണ്ട. ഞാനത് ആഗ്രഹിക്കുന്നില്ല. എങ്കിലും നല്ല ആഹാരം കഴിച്ച് നിങ്ങളൊന്ന് നന്നാവണം, അതൊക്കെയാണ് എൻ്റെ ഒരു ആഗ്രഹം. ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലയോ, അത് അവിടെ തള്ള ഇറക്കിയതാ അങ്ങനെ ചാരപ്പണിക്ക് വേണ്ടി. അയാൾക്കൊരു പണി കൊടുക്കും. ഞാൻ കുറേ നാളൊന്നും നോക്കിക്കൊണ്ടിരിക്കും. നിനക്ക് എന്താണെങ്കിലും പുള്ളി ദോഷം ചെയ്യും കേട്ടോ. പിന്നെ ഞാനത് മുൻകൂർ പറഞ്ഞത് എനിക്ക് നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ്. പക്ഷെ നീ ശോഭനയുടെ മുമ്പിൽ എന്നെ അങ്ങ് തരം താഴ്ത്തി അവസാനം ഞാനാണ് ഇതിൻ്റെ ഇടയിൽ നിന്നെന്നുള്ളൊരു ഇത് വരരുത്. നീ എൻ്റെ കൂടെ നിൽക്കുമല്ലോ. ഞാൻ നിൻ്റെ കൂടെ നിൽക്കും. അയാളെ ഇവിടെ നമുക്ക് തുരത്തണം. കൂടെ നിന്നോണം നീ. ഞാൻ നിൽക്കും. ഞാൻ അയാളെ എല്ലാവരും സ്കെച്ച് ചെയ്ത് വെച്ചേക്കുമായിരുന്നു ഒരു 2 ആഴ്ചയും ആണല്ലേ? ഏതായാലും നന്നായി. നിനക്കന്ന് ഓർമ്മയുണ്ടോ നമ്മളൊന്നുമില്ലേ ഹോട്ടലിൽ പെട്ടുപോയത്? അന്ന് ഇയാളാണ് ഏഷണി കൊടുത്തേച്ച് പറഞ്ഞ കൊച്ചിയിൽ എനിക്ക് വേറെ അച്ചിയുണ്ട്. അങ്ങനെ പറഞ്ഞു. അപ്പൊ നിനക്ക് ഭയങ്കര ശത്രുത കേട്ടോ. കള്ള വീരാനെ സീസൺ 2 തുടങ്ങുക ഇന്നോട്ട്. നീ ഒരു കാര്യം ചെയ്യും, ഏതെങ്കിലും സ്ക്രിപ്റ്റാന്ന് പറഞ്ഞ വല്ല കഴിഞ്ഞ ആഴ്ചയിലെ ബാലരമയ്ക്കകത്തുള്ള ഏതെങ്കിലും കട എടുത്തോണ്ടുവാ. അങ്ങനെ പറഞ്ഞ് നമുക്ക് തുടങ്ങാം. അവളെ നായികയാക്കിയാന്ന് പറഞ്ഞാൽ പോരെ? നീ ബാ. അല്ല, കഥയൊക്കെ എൻ്റെ നല്ലുണ്ട്. എൻ്റെ പുതിയ ചിന്തകളൊക്കെ വളരെ വലുതാണ്. താനോടെ ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഒരു കാര്യം ചെയ്യണം, ഈ 2 തുണ്ടില്ല ആ പുല്ലൊക്കെ ഇല്ലേ? ഈ 2 തുണ്ടില്ലേ? ആ 2 ഏക്കറുള്ളേ, വേറെ 2 ഏക്കറുള്ളൂ. അത് കിളക്കണമെന്ന് പറഞ്ഞാൽ ചുമ്മാ ഉടായ്പ പണിയും കൊണ്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഉണ്ടല്ലോ. ചുമ്മാ ചേട്ടാ, അങ്ങനൊന്നും അല്ല. മറ്റേ ട്രാക്ടർ ഉഴുന്ന പോലെ അങ്ങനെ ഉഴുതാവും. നോർമലി കളയല്ല. വെള്ളം വേണമെങ്കിൽ
ഇവിടെ വന്ന് എടുത്ത് കുടിച്ചോളണം. ഇല്ല, ഇവിടുന്ന് ഒരു പൈപ്പ് ഇടാൻ കനാലിൽ നിന്ന്. അത് കുടിച്ചാലും മതി. പിന്നെ വേറെ എന്താ പണിയുള്ളത്? വേറെ താഴെ മറ്റേ മുത്തുവിന്റെ പെണ്ണുമ്പിള്ള ഇല്ലേ, നമുക്ക് പണിയെടുക്കാൻ വയ്യാന്ന്. എന്താ പറ്റിയെന്ന് അറിയാം, നെയിൽ പോളിഷ് കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് ഊതി കൊടുക്കണം, ഒന്ന് ഉണങ്ങാൻ വേണ്ടി. ഒരു 15 മിനിറ്റ് മതി. ഓക്കെ. പിന്നെ വീടിന്റെ മുറ്റത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറെ ഇലയുണ്ട്, അത് അടിക്കണ്ട, പെറുക്കി കളഞ്ഞാച്ചാൽ മതി. മനസ്സിലായോ? ആ നടുവൊക്കെ ഒന്ന് റെഡി ആവട്ടെ. പെയ്യെ ചെയ്താൽ മതി, 2 മണിക്കൂറിനുള്ളിൽ ചെയ്താൽ മതി. ഒരു കാര്യമുണ്ട്, എല്ലാ പണി ചെയ്യുന്നതിന് മുന്നേ ഓരോ പണി തീരുമ്പോഴും പോയി കുളിക്കുക. അതറിയാമല്ലോ പണ്ടത്തെ ഒരു ശീലം. എടാ അന്നേരം ഒരു കഷ്ടപ്പാടുണ്ടാവില്ല. കഷ്ടപ്പാടുണ്ടെങ്കിൽ ഫുൾ ടൈം പണിയണം, ഒറ്റ നേരം കുളിച്ചാൽ മതി. ഓടാ, നമ്മുടെ ദേവസ്വേട്ടനല്ലേ. ഇവിടെ പുള്ളി ഇനി ഫുഡ് ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ പുള്ളി ചിലപ്പോ നമുക്ക് പണി അതൊക്കെ ഫുഡ് ഉണ്ടാക്കണോ ഇന്ന്? അത് കഴിഞ്ഞ മതി, ആദ്യം ഇത് കഴിഞ്ഞ മതി കേട്ടോ. ഫുഡ് ഉണ്ടാക്കുന്നിടത്ത് നാളെ മുതൽ ക്യാമറ ഞങ്ങൾ ഫിറ്റ് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഉടായ്പ കാണിച്ചു കഴിഞ്ഞാണ്ടല്ലോ കംപ്ലൈന്റ് ചെയ്യും ഞങ്ങള്. പുള്ളി അതൊക്കെ നോക്കുന്നേ. പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് 24 മണിക്കൂർ എൻ്റെ ഒരു കണ്ണ് കാണും. അല്ല, ക്യാമറ ഞങ്ങൾ ഫിറ്റ് ചെയ്യും. മനസ്സിലായല്ലോ? എങ്ങനെ തുടങ്ങല്ലേ? പോയിട്ടോ. തൂമ്പ താഴത്തെ ഷെഡിന്റെ പോയി കുളിക്കണം കേട്ടോ. എന്നിട്ട് ഇവിടെ ഒന്ന് ഹാജരാവണേ, എന്നിട്ട് മതി കേട്ടോ. തൂമ്പ താഴത്തെ ഷെഡ് ഇരിപ്പുണ്ടെന്ന്. പെയ്യെ. ആയുഷ്മാൻ ഭവ. നന്നായി വാ. ഉള്ള തിരുമാലി പെട്ടതല്ലേ. എന്തൊരാശ്വാസം. ശിവന്മാര് പറയുന്നത് കേട്ട് ഞാൻ നിന്ന നാളെ രാവിലെ അവിടെ ഞാൻ ഉണ്ടാവത്തില്ല. എനിക്ക് പറ്റിയ വഴി ഞാൻ തെരഞ്ഞെടുക്കണം. കാണാനില്ല അണ്ണാ. എന്താ മോളെ? അണ്ണനില്ലേ മാമ? ഏതെണ്ണൻ? എന്റെ അണ്ണൻ. അണ്ണന്റെ ഒക്കെ ആവശ്യമുണ്ടോ? എനിക്കല്ല, ചേച്ചിക്കുണ്ട്. അത് പോയിന്റ്. അല്ല, മോള് ലീവിന് വന്നായിരുന്നു? ഈസ്റ്റർ ആയിട്ട് വന്നായിരിക്കും അല്ലേ? എന്തോ ഈസ്റ്റർ ആയിട്ട് വന്നായിരിക്കും അല്ലേ? ഈസ്റ്ററും വിഷു ഒക്കെ കൂടിയിട്ട് പോവാന്ന് വിചാരിച്ചു. ബാംഗ്ലൂരിൽ എവിടെയാ പഠിക്കുന്നതെന്ന് പറഞ്ഞേ? ബാംഗ്ലൂരില് ഇന്ദിരാനഗർ അല്ലേ? ഇന്ദിരാനഗർ കേട്ടിട്ടുണ്ട്. നിങ്ങളാ വൈറ്റ്ലഹള്ളി ആ ഏരിയ അറിയാം? ഇല്ല. ഇടഹള്ളി അങ്ങനെയൊക്കെ പനഹള്ളി ഇല്ല. ഇല്ല. അല്ല ചേട്ടൻ ഏത് ബാംഗ്ലൂരിന്റെ കാര്യം പറയണേ? അത് തന്നെ, ആ ബാംഗ്ലൂർ തന്നെ. ബാംഗ്ലൂർ ഒന്നും എക്സ്പ്ലോർ ചെയ്യാത്തോണ്ടാണ് ഇതൊന്നും അറിയാത്തത്. ആണല്ലേ? എന്നെ അവിടെ പലർക്കും അറിയാം. ഞാൻ അവിടെ ഒരുപാട് എക്സ്പ്ലോർ ചെയ്ത് നടന്ന വ്യക്തിയാണ്. പിന്നെ കുട്ടി സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ട് കുട്ടിക്ക്? അയ്യോ ഇല്ല ചേട്ടാ. ആണോ? ഇല്ല, അതിനുള്ള കഴിവ് എനിക്കില്ല. കാര്യം വിളിക്കുന്നതായിരിക്കും ഇതൊക്കെ. നമ്മള് അല്ല, കുട്ടി കമ്മിറ്റഡ് ആണോ? കമ്മിറ്റഡ് ആണോ?